നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഭാര്യയെ കൊന്ന് കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞ സ്വദേശിക്ക് കോടതി വധശിക്ഷ വിധിച്ചു. 2024 ജൂലൈയിലാണ് കേസിനാസ്പദമായി സംഭവമുണ്ടായത്. 50-കാരനായ പ്രതി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കഴുത്ത് ഞെരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം 20 കഷ്ണങ്ങളാക്കി ചെറിയ പാക്കറ്റുകളിലാക്കി വിവിധ പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ചു. തെളിവ് നശിപ്പിക്കാൻ വസ്ത്രങ്ങളും ഫോണും മാറ്റി. ഭാര്യയെ കാണാനില്ലെന്ന് സഹോദരൻ പരാതി നൽകിയതോടെയാണ് കേസ് പുറത്തു വന്നത്. കരാർ നൽകിയ 1,87,000 കുവൈത്തി ദീനാറുമായി കടന്നു കളഞ്ഞ പ്രവാസിക്കെതിരെ കോടതിയെ സമീപിച്ച് ബിസിനസ് പങ്കാളികൾ. പ്രവാസിയുടെ പേര് അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പബ്ലിക് പ്രോസിക്യൂഷനിൽ പരാതി നൽകാൻ ഒരു പൗരനും ഒരു പ്രവാസിയും ഒരു ജനറൽ ട്രേഡിംഗ് കോൺട്രാക്ടിംഗ് കമ്പനിയിലെ പങ്കാളികളും ഒരുങ്ങുന്നതായിട്ടാണ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചത്. ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടും ഹവല്ലി ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രതിയെ പിടികൂടാത്തതിനെ തുടർന്നാണ് ഇരകൾ കോടതിയെ സമീപിച്ചത്. UAE-യിൽ ഇന്നലെ പലയിടത്തും മഴ പെയ്തു. ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, കോർഫക്കാൻ എന്നിവിടങ്ങളിലെല്ലാം ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്തത്. കിഴക്കൻ പ്രദേശങ്ങളിലെല്ലാം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അബുദാബി, അൽ ദഫ്രയിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 9:30 വരെ മൂടൽമഞ്ഞ് തുടർന്നു. ഗൈവഫ, തർഫ എന്നിവിടങ്ങളിൽ റെഡ്, യെല്ലോ മൂടൽമഞ്ഞ് അലർട്ടുകൾ നൽകിയിരുന്നു. അബുദാബിയിലെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ആദ്യത്തെ ഔട്ട്ഡോർ വാക്ക്വേ പ്രവർത്തനം തുടങ്ങി. കൊതുകുകളെ പിടിക്കാൻ സ്മാർട്ട് ട്രാപ്പുകളുമായി ദുബായ് മുനിസിപ്പാലിറ്റി അബുദാബിയിലെ അൽ മമൂറ കെട്ടിടത്തിനടുത്തുള്ള അൽ നഹ്യാൻ പ്രദേശത്താണ് പുതിയ ശീതീകരിച്ച വാക്ക്വേ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ മെഹ്ദി ഹസനാണ് മരിച്ചത്. മെഹ്ദിയെ ശനിയാഴ്ച വൈകുന്നേരം അവനീസ് മാളിന് സമീപത്ത് വെച്ച് കാർ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CBSE 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് വരികയായിരുന്നു. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി ഇനി പരിഗണിക്കുന്നത് ഫെബ്രുവരി 13-ന്. ഇന്നലെ നടന്ന 7ാമത്തെ സിറ്റിംഗിലും തീരുമാനങ്ങളൊന്നും എടുക്കാതെ കേസ് മാറ്റിവെക്കുകയായിരുന്നു. അടുത്ത സിറ്റിംഗ് ഫെബ്രുവരി 13-ന് രാവിലെ 11:30 നടക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി ദുബായിൽ മരിച്ചു. കോഴിക്കോട് കല്ലായി ചക്കുംകടവ് മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഖവാനിജിയിലൂടെ വാഹനം ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് കാർ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾക്ക് അപകടത്തിൽ ചെറിയ പരിക്കേറ്റു. ഹനീഫയുടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പൊതുമാപ്പ് അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിൽ 6000-ലേറെ വിസ നിയമലംഘകർ പെട്ടിയിലായി. ഇതിനായി അധികൃതർ 270 പരിശോധനകൾ നടത്തി. ടുവേഡ്സ് എ സേഫർ സൊസൈറ്റി എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ നടത്തിയത്. പിടികൂടിയ 93% പേരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സൗദിയിൽ ചുരത്തിന് മുകളിൽ നിന്ന് കാർ താഴേക്ക് പതിച്ച 3 പേർക്ക് ദാരുണാന്ത്യം. അസീറിലെ ചുരത്തിൽ നിന്നാണ് വാഹനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചത്. അസീർ മേഖലയിലെ അക്കബത്ത് ഹബു റോഡിൽ തിങ്കളാഴ്ച രാവിലെയാണ് അപകടം. മരിച്ച ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ കടത്താൻ ശ്രമിച്ച ആനക്കൊമ്പുകളും കാണ്ടാമൃഗത്തിന്റെ കൊമ്പുകളും ഖത്തർ കസ്റ്റംസ് അധികൃതർ പിടികൂടി. 45.29 കിലോഗ്രാം ഭാരമുള്ള 120 കാണ്ടാമൃഗ കൊമ്പുകളാണ് പിടികൂടിയത്. പ്രതിയുടെ രാജ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.